ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ല എല്ലാവർക്കും? നമുക്കും ഇവിടെ സുഖം തന്നെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുകൊണ്ട്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ വീഡിയോൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പം ഇതാ നമ്മളിന്ന് കുറേ ദിവസത്തിന് ശേഷം ആണ് ഇപ്പോൾ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ഇപ്പോൾ വീഡിയോ ഇടാത്ത, നിർത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർത്തിയിട്ടൊന്നുമില്ല, ഞാൻ വീഡിയോ ചെയ്യാനുള്ള മടി കൊണ്ട് തന്നെയാണ് കേട്ടോ ഇടാഞ്ഞത്. അത് എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കേണ്ട മടി കൊണ്ട് മാത്രമാണ് വീഡിയോ ഇടാതിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടീന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടോ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. അപ്പോൾ രാവിലത്തെ ചായയും കടിയൊന്നും ഉണ്ടാക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പോൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസൊക്കെ കാണണം കേട്ടോ. ഞാനൊന്നും വീഡിയോ എടുക്കാൻ കരുതിയതല്ല, അതുകൊണ്ടാണ് രാവിലത്തെ വീഡിയോ ഒന്നും ഇടാഞ്ഞത് കേട്ടോ. പിന്നെ ചോറിനൊക്കെ അരി വെള്ളം തീമറ്റിന് ശേഷമാണ് എനിക്ക് തോന്നിയത് ഇന്നത്തെ വീഡിയോ ഇടാലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്തിൽ വെച്ചപ്പോൾ അതാ ഉപ്പേരി ഉണ്ടാക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ട് ചോപ്പറിലിട്ട് കാണ്ട് ഒന്നാണ് വലിച്ചാൽ സിമ്പിളല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഇതാ ഒക്കെ ചോപ്പർക്ക് അരിഞ്ഞിടുകയാണ്. പിന്നെ ഞാൻ നോമ്പിനാണ് കേട്ടോ വീഡിയോ ഇടയിൽ നിർത്തിയത്. ഒന്നാം നോമ്പിന് അങ്ങനെ വീഡിയോ ഇട്ടെന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഒരു നോമ്പ് തുറൻ്റെ വീഡിയോയും കൂടി ഇട്ടാൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒന്നും ഞാനങ്ങനെ വീഡിയോ ചെയ്തിട്ടില്ല. നോമ്പ് ഭയങ്കര വെയിലും ചൂടൊക്കെ അല്ലേന്, ഭയങ്കര ക്ഷീണമായിരുന്നു. അപ്പം പിന്നെ അതിനൊന്നും തോന്നൂല, വീഡിയോ എടുക്കാനും വോയിസ് ഓവർ കൊടുക്കാനൊന്നും തോന്നൂല. അതുകൊണ്ട് ഞാനൊരു മാസം അങ്ങനെ റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ആ ഒരു മാസം അങ്ങനെ വീഡിയോ ഇടാതെ ഇരുന്നപ്പോൾ പിന്നെ അത് അങ്ങനെ കണ്ടിന്യൂ ആയി പോയി. നോമ്പ് കഴിഞ്ഞിട്ട് ഇടാമെന്ന് കരുതിയതായിരുന്നു. പിന്നെ അങ്ങനെ ഇടാനൊരു മടിയായിപ്പോയി നിർത്തിയതുകൊണ്ട്. നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ അത് അങ്ങനെ പോകും. അതിൻ്റെ ഇടയിൽ പെൻഡിങ് ആയാൽ പിന്നെ നമുക്ക് മടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വീഡിയോ ഇടണം കരുതുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇടാത്തതുകൊണ്ട് നമ്മളെ വീഡിയോൻ്റെ വ്യൂസൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. സ്ഥിരമായിട്ട് ഇടുമ്പോഴുള്ളൂ നമുക്ക് വീഡിയോക്ക് വ്യൂസും റീച്ചൊക്കെ കിട്ടുക. ഞാൻ ഇപ്പോൾ ഇടാത്തത് കാരണം കുറേ വ്യൂസൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒക്കെ അയച്ചിട്ടിട്ട് നമുക്കൊക്കെ ശരിയാക്കി എടുക്കണം. ഇന്ന് മുതൽ ഇനി തുടങ്ങട്ടെ. ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് ഇടണം കരുതുന്നുണ്ട്. ഇനി അപ്പത്തെ മൂടോല ഉണ്ടാവും കിട്ടെല്ലാം. അങ്ങനെ ഇതാ ബീട്രൂട്ടൊക്കെ അതിന് വർത്താനത്തിൽ കൂടെ നമ്മളിത് ചോപ്പറിലിട്ട് അരിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉപ്പേരി ഉണ്ടാക്കാനുള്ള ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് ചൂടാക്കിയത് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അതിക്ക് കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച ബീട്രൂട്ടും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ തേങ്ങ ചതക്കണില്ല, പച്ചമുളകും ഉപ്പും അങ്ങനെ ഇട്ട് കൊടുത്ത് കാണ്ട് പിന്നെ കുറച്ചങ്ങോട്ട് ചിരണ്ടി ഇടാണ് കേട്ടോ. ചിലപ്പോൾ അങ്ങനെയാണ് ചതക്കാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ അങ്ങനെ ചിരണ്ടി ആണ്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അവിടെ അടച്ച് വെച്ച് കാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ച് കൊടുക്കും. തീ സിമ്മിലാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങനെ കടന്ന് വേവട്ടെ. അപ്പോൾ പിന്നെ ദായിക്കുള്ള നാളികേരം ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. അപ്പോൾ സിങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനും കേട്ടോ. അതൊന്നും നോക്കണ്ട, അതിന് അടുപ്പത്ത് വെച്ചുണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് ഒക്കെ കഴുകിയെടുക്കാൻ. രാവിലെ ചായ കുടിച്ച പാത്രങ്ങളാണ് കേട്ടോ ആ കാണുന്നത്. ഇനി അടുപ്പത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്നിച്ചാണ് കഴുകി വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. ചിലപ്പോൾ അപ്പളേ അങ്ങോട്ട് കഴുകി വെക്കും. പല ദിവസവും പല മോഡലാണ് കേട്ടോ. അങ്ങനെ അതാ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് ഇപ്പം അതാ നമ്മൾ ഉപ്പേരിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതാ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടെ സിമ്മിൽ കടന്നിങ്ങനെ വേവട്ടെ. ഇപ്പം ഒന്ന് കറി ഉണ്ടാക്കുന്നത് ഇതാ കിഴങ്ങും വെണ്ടക്കയും അതേപോലെ മുരിങ്ങാക്കായും മാത്രം ഇട്ടിട്ടാണ് കേട്ടോ. തക്കാളിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ചട്ടി ഇത് അടുപ്പിൽ വെച്ച് എണ്ണയൊക്കെ ചൂടാക്കി കാണ്ട് വെണ്ടക്കയും ഉരുളക്കിഴങ്ങും ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ടക്കയും കിഴങ്ങും ഒന്ന് വാട്ടിയെടുക്കുമ്പോൾ കറിക്കൊന്നും ടേസ്റ്റ് കൂടും. പിന്നെ വെണ്ടക്കൻ്റെ കൊഴുപ്പും ഇല്ലാതെ കിട്ടോ, കൊഴുപ്പില്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വാട്ടിയെടുക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം അവിടെ അടച്ച് വെക്കും സിമ്മിലാക്കിയിട്ട്. എന്നിട്ട് പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ മിക്സാക്കി കൊടുത്ത് അങ്ങനെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ
നല്ലപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കുക. മുളകും മഞ്ഞളും മല്ലിയും ഉപ്പും ഇട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ അതാ ഒരു 1.25 സ്പൂൺ മുളകും പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അധികം എരിവില്ലാത്ത മുളകും പൊടിയാണ്, അതുകൊണ്ടാണ് 1.25 സ്പൂൺ ഇട്ടത്. അതേപോലെ അതൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ 2-3 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത് ആ പൊടികളെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറിക്കൊന്ന് ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ അത് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികമൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ മുരിങ്ങാക്കായും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നുകൊണ്ട് ഇളക്കി കൊടുത്ത് അവിടെ അടച്ച് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കറി വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുരിങ്ങാക്കായും തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നാളികേരം അരച്ച് പാരാണ് കേട്ടോ ചെയ്യാം. നല്ല ജീരകവും വെളുത്തുള്ളിയും ചെറിയ ജീരകവും കൂടെ അരച്ചിട്ട് പറന്ന് കൊടുക്കും. അപ്പോഴേക്ക് നമ്മളെ ചോറ് ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വെന്ത അടുപ്പത്ത് നല്ല തീ ഉണ്ടായപ്പം കറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അത്രയും ഗ്യാസ് ലാഭമാക്കാമല്ലോ, വെറുതെ തീ കത്തി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് കറിച്ചട്ടി ഞാൻ അടുപ്പേക്ക് മാറ്റി വെച്ചു. ഇപ്പോൾ അതാ ചോറൊക്കെ ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ ആ ചോറൊക്കെ മുഴുവൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മളെ കറി അപ്പോക്കിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നാളികേരം അരച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകം അതേപോലെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെയാണ് കേട്ടോ അരച്ചെടുത്തത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, കറി തളിച്ചാൽ നമുക്ക് വറവിട്ടെടുക്കാനാണ്. അങ്ങനെ ആ അടുപ്പത്ത് തന്നെയാണ് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു 1/4 ടീസ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടിയതിന് ശേഷം ഒരു 1/2 സ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടുകും കൂടി പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് നമ്മളെ കറി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുപ്പത്ത് തന്നെ ഞാൻ ചൂടുവെള്ളത്തിനും കൂടി വെച്ചിട്ടുണ്ട്. നല്ല ജീരകവും കരിഞ്ജീരകവും ഇട്ടിട്ടാണ് കേട്ടോ വെള്ളം തിളപ്പിച്ചെടുക്കുന്നത്. പിന്നെ അത് ഉണക്കൽ മീനാണ് ഉണക്കൽ മീൻ ഇന്ന് പച്ചമീൻ കിട്ടിയില്ല കേട്ടോ. നമ്മൾ അലിക്കാക്ക് വന്നിട്ടില്ല, എന്താ പറ്റിയ അറിയില്ല, 2-3 ദിവസമായി ഇപ്പോൾ വന്നിട്ട്. അപ്പോൾ ഉണക്കൽ മീൻ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉണക്കൽ മീൻ വറുക്കുകയാണ്. അപ്പോൾ എണ്ണയൊക്കെ ചൂടാക്കി മീനൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. ഞാൻ മുളകും മഞ്ഞളും മാത്രം അങ്ങനെ തേച്ചിട്ടാണ് കേട്ടോ ഉണക്കൽ മീൻ പൊരിച്ചൽ. ചിലവർ പച്ചമുളകൊക്കെ ഇടും, ഞാൻ അങ്ങനെ ഇടലില്ല. ഇവിടെ അങ്ങനെ പൊരിച്ചാൽ മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ പൊരിച്ചെടുക്കൽ. അതിൻ്റെ ഇടയിൽ നമ്മളെ ഉപ്പേരി അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മീനും കൂടെ ആയാൽ ഇന്നത്തെ അടുപ്പത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ സിങ്കിൽ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതൊക്കെ കൂടി ഇനി കഴുകി ക്ലീൻ ആക്കണം. ഇനിയിപ്പോൾ ക്ലീനിങ്ങിൻ്റെ പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്ത് മീൻ സിമ്പിലവിടെ വെച്ചിട്ടുണ്ട്. ആ പാത്രങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് വരാം. ഇത് നല്ല കുണ്ടുള്ള സിങ്കായിട്ടാണ് കേട്ടോ തോനെ പാത്രം തോന്നാത്തത്. ഒരുപാട് പാത്രമുണ്ട്. അങ്ങനെ അതെല്ലാം കഴുകി സിങ്കൊക്കെ അരച്ച് വൃത്തിയാക്കി ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മളെ വെള്ളയുടെ തിളച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വാങ്ങിക്കണം. എല്ലാം വെട്ടി തിളക്കുന്നുണ്ട് കേട്ടോ. അത് അടുപ്പത്തുനിന്ന് വാങ്ങിക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ മീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ